ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സി പ്രോഗ്രാമിങ്ങിലെ വേരിയബിൾസിനെ കുറിച്ചാണ്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുമ്പോൾ, സിമ്പിൾ മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ വേരിയബിളിനെ എക്സ് ആയിട്ട് എടുക്കാറുണ്ട്. പലപ്പോഴും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആകുമ്പോൾ x²+5x+6x സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള വേരിയബിൾസ് ആണ് സി പ്രോഗ്രാമിങ്ങിലും വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേരിയബിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവമാണ് വേരിയബിൾസ്. അത് എന്തെങ്കിലും കുറച്ച് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന കുറച്ച് എന്താ പറയുക, പേരുകളോ അല്ലെങ്കിൽ സംതിങ് ദി സ്റ്റോർസ് സം വാല്യൂ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേരിയബിൾസിനെ കുറിച്ച് പരിചയപ്പെടുകയാണ്. നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ഒരു വേരിയബിൾസിനെ കുറിച്ച് ഒരു വേരിയബിൾസിനെ കമൻ്റായി കൊടുക്കുകയാണെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് 2 ഭാഗങ്ങളുണ്ടാവും. അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ച് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനൊരു പുതിയ വേരിയബിളിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. അതായത് ഇൻറ്റ് എ. ഇതിൽ ഈ ഇൻറ്റ് എന്ന് പറയുന്ന സംഭവമല്ലേ, ഇത് ഇൻറ്റ് എന്ന് മീൻസ് എന്ന് വെച്ചാൽ ഇൻറ്റിജർ, അതായത് ഇൻറ്റിജർ എ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഡാറ്റ ടൈപ്പ്. അതായത് നമ്മുടെ വേരിയബിൾ ആണ് എ. വേരിയബിളിൻ്റെ എൻ്റെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അതിലുള്ള ഇൻറ്റ് എന്ന് പറയുന്നത് അതൊരു ഇൻറ്റിജർ ആണെന്ന് സൂചിപ്പിക്കാനുള്ള, അതായത് ഈ എൻ്റെ വാല്യൂവിന് നമുക്ക് ഒരു ഇൻറ്റിന്, അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ മാത്രമേ എക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂ. അതാണ് ഈ സി പ്രോഗ്രാമിങ്ങിൻ്റെയും മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒക്കെ പ്രത്യേകത. ഇതിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കണം. അതായത് എന്ത് ഡാറ്റയാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് ആദ്യം നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയണം. എന്നിട്ട് മാത്രമേ നമുക്ക് വേരിയബിൾസിന് വാല്യൂസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത്, ഇനി എ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനിലെല്ലാം വേണമെന്നില്ല, ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഒരു വേരിയബിളിൻ്റെ വാല്യൂ അസൈൻ ചെയ്യാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട്. അതിൽ പെടുന്ന ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻറ്റ് എ. ഇതിൽ എ ഈസ് ഈക്വൽ ടു സംതിങ് 34 ഓർ 45 ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഇൻറ്റിജറിന് അല്ലെങ്കിൽ ഒരു വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാം. മാത്രമല്ല ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ വേരിയബിൾസിനെ എങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് ക്യാൻസൽ ചെയ്യാണ്. മൈ വേരിയബിൾ ഈസ്, ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വേരിയബിൾസിന് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. അതിനെ നമ്മൾ printf എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്ന കമ്പൈൽ ചെയ്തും റൺ ചെയ്തതിനു ശേഷം കിട്ടുന്ന ടെർമിനലിൽ എങ്ങനെ നമ്മൾ കാണും, അല്ലെങ്കിൽ ഈ വേരിയബിളിനെ ആ ടെർമിനലിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഇൻറ്റ് ആകുമ്പോൾ ഓർത്ത് വെക്കുക, എപ്പോഴും ഒരു വേരിയബിളിനെ നമ്മൾ printf കമാൻഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മോഡുലൈ അല്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജിന് സൈനില്ലേ അതിടുക, എന്നിട്ട് ഡി. ഇൻറ്റിജർ ആകുമ്പോൾ ഡി. ബാക്കിയുള്ള ഇൻറ്റിജർ ഫ്ലോട്ട്, ലോങ് ഇൻറ്റിജർ, സ്ട്രിങ്, ഹെക്സ്, അങ്ങനെ തുടങ്ങിയ കുറേ ഡാറ്റ ടൈപ്പുകളുണ്ട്. അതായത് ഇൻറ്റ് പോലെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് ഓരോന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്തുതരാം. ഇപ്പോൾ നമ്മൾ printf എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു വേരിയബിൾ, അതായത് ഒരു ഇൻറ്റിജർ വേരിയബിളിനെ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പം മൈ വേരിയബിൾ ഈസ് %d എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, എന്നിട്ട് ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമ അല്ലേ, അതിന് ശേഷം അതിൽ സെക്കൻഡ് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് ശേഷം കോമ ഇട്ടതിന് ശേഷം നമ്മുടെ വേരിയബിളിൻ്റെ നെയിം അടിക്കുക, സിമ്പിളായിട്ട് എ. ഓക്കെ,
ഇനി നമ്മളിത് കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ 0 എറർ, 0 വാർണിംഗ്, 0 മിനിറ്റ്, 0 സെക്കൻഡ്സ്. ഇനി നമ്മൾ അതിനെ റണ്ണ് ചെയ്യിപ്പിക്കുന്നു. റണ്ണ് ചെയ്യുമ്പോൾ വിൻഡോയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൈ വേരിയബിൾ ഈസ് 45. കണ്ടോ, ഇവിടെ ഈ 45 എന്ന് പറയുന്ന നമ്മുടെ വേരിയബിൾ പെർസെൻറ്റേജ് ഡി എന്നതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവിടെ എൻ്റെ വാല്യൂ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിളിനെ എന്താ പറയുക, ടെർമിനലിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വാല്യൂ മാറ്റിയെന്ന് കരുതിക്കോളി. എൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് 1 കൊടുത്ത് ഇനി ഞാൻ കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന റിസൾട്ട് മൈ വേരിയബിൾ ഈസ് 1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു വേരിയബിളിനെ നമ്മുടെ പ്രിൻ്റ് ഓഫ് എന്ന് പറയുന്ന കമാൻഡിൽ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുവരുന്നത്. അതായത് കമാൻഡ് ടെർമിനലിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ ഡാറ്റ ടൈപ്പുകൾ ഉണ്ടെന്ന്. അതായത് ഇൻറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇൻറ്റ് എ, അതായത് ഓക്കെ. അതിന് മുന്നേ പറയേണ്ട വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൽ കുറേ ഡാറ്റ ടൈപ്പ് ഉണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചതുപോലെ ഞാനിവിടെ കമൻറ്റ് ചെയ്യാണ്. ആസ്ട്രിക്സ് ഓക്കെ. ധാരാളം ഡാറ്റ ടൈപ്പുകളുണ്ട്. ഡാറ്റ ടൈപ്പുകൾ കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾ ഞാനിവിടെ എഴുതി കാണിക്കാം. ഒന്നാമതാണ് ഇൻറ്റ്, ഫ്ലോട്ട്, ഇത് രണ്ടും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്ട്രിങ്. ഇവ മൂന്നുമാണ് നമ്മൾ സാധാരണ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് 1, 2, 3. ഓക്കെ. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ്, ദാറ്റ് മീൻസ് 3.14, 1.414, 5.1, 4.3. ഇപ്പോൾ പോയിൻ്റ് ഒക്കെ വരുന്ന വാല്യൂസിനാണ് ഫ്ലോട്ട് കൊടുക്കുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾസ് ഒരു നമ്പർ തന്നെ ആയിക്കണമെന്നില്ല. നമ്മുടെ വേരിയബിൾസ് വേണമെങ്കിൽ ഒരു പേരാവാം, അല്ലെങ്കിൽ ഒരു അക്ഷരാകാം. ഓക്കെ, എന്തുവാവും നമ്മുടെ സ്ട്രിങ്, ക്യാരക്ടറൊക്കെ ആവും നമ്മുടെ വേരിയബിൾസ്. അങ്ങനെയുള്ള കുറേ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് ഒരു ഏകദേശം വിവരം എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമ്മളിവിടെ പറഞ്ഞില്ലേ ഇൻറ്റ് എ. ഈ എ എന്ന് പറയുന്ന പേര്, അതായത് ആ പേരിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. എൻ്റെ വേരിയബിളിൻ്റെ പേര് മൈ വേരിയബിൾ. എൻ്റെ വേരിയബിളിൽ ഞാൻ ഇങ്ങനെയും പേര് അസൈൻ ചെയ്യാം. മൈ വേരിയബിളിൻ്റെ നെയിമായിട്ട് മൈ വേരിയബിൾ എന്നും കൊടുക്കാം. ഇതിലൂടെ നമ്മൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ നമ്പേഴ്സ് വരാൻ പാടില്ല. 1, 2, 3 നമ്പേഴ്സ് വരാൻ പാടില്ല. മാത്രമല്ല ഇതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരാൻ പാടില്ല. ഉദാഹരണത്തിന് അറ്റ് പാടില്ല, ഹാഷ്, ഇവ ഒന്നും പാടില്ല. ഇവയൊന്നും നമ്മുടെ വേരിയബിളിൻ്റെ നെയിം നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഞാനിവിടെ കണ്ടില്ലേ അണ്ടർസ്കോർ ഉപയോഗിച്ചത്. ഇവിടെ നമുക്ക് അണ്ടർസ്കോർ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അതേസമയം മറ്റ് അണ്ടർസ്കോർ ഒഴിച്ച് ബാക്കിയുള്ള സകല സ്പെഷ്യൽ ക്യാരക്ടേഴ്സും സി പ്രോഗ്രാമിങ്ങിൽ ഡാറ്റ ടൈപ്പിൽ വേരിയബിളിന് നെയിം നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പാടില്ല, സ്പേസ് പാടില്ല. പക്ഷെങ്കിൽ
എന്താവും അണ്ടർസ്കോർ അലോഡ് ആണ്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഓക്കെ, അതൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് റെഡിയാണോ അല്ലേ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താലും മതി. ഞാനങ്ങനെ ഓരോന്ന് ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കാണുമ്പോഴുള്ള ഒരു ചടുപ്പ് തോന്നും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഓക്കെ, ഇനി ഇവിടെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ നേരത്തെ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിന് അസൈൻ ചെയ്ത് അല്ലേ, ഇൻറ്റ് എ നമ്മൾ എഴുതി. ശേഷം എ ഈസ് ഈക്വൽ ടു 23 എന്ന് എഴുതി. നമ്മൾ അതിന് ശേഷം അത് പ്രിൻറ്റും ചെയ്ത് printf my a is എങ്ങനെയായിരുന്നു നമ്മുടെ വേരിയബിൾസിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ my a is %d, നമ്മുടെ വേരിയബിളിൻ്റെ നെയിം എ. ഇങ്ങനെയാണ് നമ്മുടെ printf എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ നമ്മുടെ വേരിയബിളിനെ അസൈൻ ചെയ്ത്, അതായത് വേരിയബിളിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കൽ. അപ്പോൾ ഞാനിത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ ദർ ഈസ് നോ പ്രോബ്ലം. ഇവിടെ എൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് കുറച്ച് സ്ലോ ആണ്. ഐ ഡോണ്ട് നോ വൈ. സോ മൈ എ ഈസ് 23. ഇവിടെ 23 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ എ ഈസ് ഈക്വൽ ടു 23 എന്ന് ഇവിടെ കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. ഇവിടെ തന്നെ എ ഈസ് ഈക്വൽ ടു 23. ഓക്കെ, ഞാൻ കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് മൈ എ ഈസ് 23. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മുടെ വേരിയബിളിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും വാല്യൂ കൊടുക്കാം. ഇനി ഞാൻ ഓക്കെ, ഇനിയിപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോയിൽ സ്കാൻഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, എന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞിരുന്നു. ഇനി എങ്ങനെയാണ് അതിൻ്റെ അതായത് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നമുക്കറിയേണ്ടത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ വേരിയബിളിന് വാല്യൂ ഡിക്ലെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഇൻറ്റ് എ എന്ന് മാത്രം ഞാൻ എഴുതി. എൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ, അതായത് എ ഈസ് ഈക്വൽ ടു സംതിങ്, നേരത്തെ നമ്മൾ 23 അടിച്ചില്ലേ, അതുപോലെ 23 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, പകരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ printf എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്ത് അതിൽ ഞാൻ നമ്മുടെ ഇത് നമ്മൾ കമ്പൈൽ ചെയ്ത് വരുന്ന വിൻഡോയിൽ നമ്മൾ യൂസറോട് പറയാണ് ഒരു വാല്യൂ തരാൻ. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. പ്ലീസ് ടൈപ്പ് എ നമ്പർ. അതായത് നമ്മൾ യൂസറോട് ഒരു നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, പ്ലീസ് ടൈപ്പ് എ നമ്പർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. പ്ലീസ് ടൈപ്പ് എ നമ്പർ, മൈ എ ഈസ് 0 എന്നാണ് വരുന്നത്. കാരണം നമ്മൾ എക്ക് വാല്യൂ ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. മാത്രമല്ല ഇൻറ്റിൻ്റെ അവസാനം നമ്മൾ റിട്ടേൺ ടു 0, അതായത് റിട്ടേൺ ടു 0 എന്ന് പറയുമ്പോൾ അവസാനം 0യിൽ നിൽക്കുന്നത്. അപ്പോൾ ഇൻറ്റ് എക്ക് 0 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ വാല്യൂ 0 അല്ല. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ബിൽഡ് മെസ്സേജിൽ ഇവിടെ കാണാം വാർണിംഗ്, എ ഈസ് യൂസ്ഡ് അൺഇനീഷ്യലൈസ്ഡ് ഇൻ ദിസ് ഫംഗ്ഷൻ. അതായത് അതായത് എൻ്റെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ പ്ലീസ് ടൈപ്പ് എ നമ്പർ. ഇനി നമുക്ക് യൂസറിന് അവിടെ ഒരു വാല്യൂ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ആ ടൈപ്പ് ചെയ്ത വാല്യൂ നമ്മുടെ ഈ വേരിയബിൾ എയിലേക്ക് വരികയും വേണം. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മുടെ സ്കാൻഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്.
അതായത് ഞാനിവിടെ കാണിച്ചു തരാം. സ്കാൻഎഫ് എന്ന് എഴുതുക, പാരന്തസിസിൻ്റെ ഉള്ളിൽ %d കൊടുക്കുക, എന്നിട്ട് കോമ, അതിനുശേഷം നമ്മളെ ആൻഡില്ലേ, ആൻഡിൻ്റെ സിമ്പൽ യൂസ് ചെയ്യണം. അതിനുശേഷം അത് സ്കാൻ ചെയ്യും, നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ സ്കാൻ ചെയ്യും, എന്നിട്ട് ഏത് വേരിയബിളിലേക്കാണ് കൊടുക്കേണ്ടത് ആ വേരിയബിൾ ഇവിടെ ടൈപ്പ് ചെയ്യണം. അതായത് നമുക്ക് വേണ്ടത് എയിലേക്കാണ്, എ എന്ന് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കോമ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. പ്ലീസ് ടൈപ്പ് എ നമ്പർ. ഞാൻ 67 ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ മൈ എ 67. അപ്പോൾ കണ്ടോ, നമ്മുടെ യൂസറിൽ നിന്ന് ഒരു വാല്യൂ 67 എന്ന വാല്യൂ എടുത്തിട്ട് ആ വാല്യൂ ഇവരിവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉപയോഗവും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയുടെ ലെങ്ത്ത് കൂടുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ക്ലോസ് ചെയ്യാണ്. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അതിൽ നമ്മൾ വ്യത്യസ്തമായ ഡാറ്റ ടൈപ്പുകൾ ഉപയോഗം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും.